കഠിനാധ്വാനം ചെയ്തിട്ടും ഫലം ലഭിക്കുന്നില്ലേ? വീട്ടിൽ അകാരണമായ കലഹങ്ങളും തടസ്സങ്ങളും വിട്ടുമാറുന്നില്ലേ? എങ്കിൽ സൂക്ഷിക്കുക, നിങ്ങളെ തളർത്തുന്നത് മറ്റാരുമല്ല, അത് കണ്ണേറ് അഥവാ നെഗറ്റീവ് എനർജിയുടെ അതിപ്രസരമാണ്. വെറും 5 മിനിറ്റിനുള്ളിൽ ഏത് കടുത്ത ദൃഷ്ടിദോഷത്തെയും പമ്പ കടത്താൻ പൗരാണിക ഭാരതം നൽകുന്ന ഏറ്റവും വലിയ രഹസ്യമാണ് കുന്തിരിക്കം. ആചാര്യ ചാണക്യൻ നിർദ്ദേശിക്കുന്ന ഈയൊരു രീതിയിൽ കുന്തിരിക്കം പുകച്ചു നോക്കൂ. മാറ്റം നിങ്ങൾ നേരിട്ട് കാണും. നമസ്കാരം, ചാണക്യ മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചുറ്റുമുള്ള ലോകം ഊർജത്താലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അസൂയയും ദേഷ്യവും നിറഞ്ഞ ഒരാളുടെ നോട്ടം പോലും നിങ്ങളുടെ ജീവിതത്തിലെ പോസിറ്റീവ് വൈബ്രേഷനെ നശിപ്പിക്കാൻ കെൽപ്പുള്ളതാണെന്ന് ആചാര്യ ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു. ശാസ്ത്രീയമായും പൗരാണികമായും കുന്തിരിക്കത്തിന് എങ്ങനെ ഈ നെഗറ്റിവിറ്റിയെ വേരോടെ പിഴുതെറിയാൻ കഴിയും? ഇതിന് പിന്നിലെ ആ രഹസ്യമാണ് ഇന്ന് നാം പരിശോധിക്കുന്നത്. ജീവിത വിജയത്തിനായുള്ള ഇതുപോലുള്ള അതീവ രഹസ്യമായ ചാണക്യ തന്ത്രങ്ങളും പൗരാണിക അറിവുകളും മുടങ്ങാതെ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാണക്യ മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ പുതിയ വീഡിയോയും ഉടനടി നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ആ ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഇതുപോലുള്ള മികച്ച അറിവുകൾ പങ്കുവെക്കാൻ ഞങ്ങൾക്ക് വലിയൊരു കരുത്താണ്. നമുക്ക് ആ കർമ്മത്തിലേക്ക് കടക്കാം. ആചാര്യ ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ ഐശ്വര്യത്തിന്റെ വരവിനെക്കുറിച്ച് ഒരു പ്രധാന തത്വം പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഗന്ധദ്വാരാം ദുരാധർഷാം നിത്യപുഷ്ടാം കരീഷിണീം ഈശ്വരീം സർവഭൂതാനാം താമിഹോപഹ്വയേ ശ്രിയം. അർത്ഥം, സുഗന്ധത്തിലൂടെ തിരിച്ചറിയാൻ കഴിയുന്നവളും സകല ജീവജാലങ്ങളുടെയും ഈശ്വരിയുമായ ലക്ഷ്മി ദേവിയെ ഐശ്വര്യത്തിനായി ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. ചാണക്യനീതി പ്രകാരം എവിടെയാണോ സുഗന്ധവും ശുദ്ധിയുമുള്ളത് അവിടെ മാത്രമേ ലക്ഷ്മി ദേവി അഥവാ ഐശ്വര്യം കുടികൊള്ളുകയുള്ളൂ. കുന്തിരിക്കം കേവലം ഒരു പുകയല്ല, അത് അന്തരീക്ഷത്തിലെ നെഗറ്റീവ് ചിന്തകളെയും കണ്ണേറിനെയും ദഹിപ്പിക്കുന്ന ദിവ്യ ഔഷധമാണ്. നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ഭയത്തെ മാറ്റാനും വീടിനുള്ളിലെ തടസ്സങ്ങളെ നീക്കം ചെയ്യാനും കുന്തിരിക്കത്തിന്റെ ഈ ഗന്ധത്തിന് സാധിക്കും. അസൂയയുടെയും പകയുടെയും നെഗറ്റീവ് തരംഗങ്ങൾ തങ്ങി നിൽക്കുന്ന ഇടങ്ങളിൽ കുന്തിരിക്കം പുകയ്ക്കുന്നത് ഒരു സുരക്ഷാ കവചം തീർക്കുന്നതിന് തുല്യമാണ്. പൗരാണിക കാലം മുതൽക്കേ ഋഷിമാരും തന്ത്രജ്ഞരും ഈ വിദ്യ ഉപയോഗിച്ചിരുന്നത് വെറുതെയല്ല. അത് നിങ്ങളുടെ പ്രഭാവലയത്തെ ശുദ്ധീകരിക്കുകയും വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് കുന്തിരിക്കം പുകയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സിനും വീടിനും ഒരു പ്രത്യേക ഉന്മേഷം ലഭിക്കുന്നത്? ഇതിന് പിന്നിൽ അതിശക്തമായ ചില ശാസ്ത്രീയ വശങ്ങളുണ്ട്. അന്തരീക്ഷ ശുദ്ധീകരണം, എയർ പ്യൂരിഫിക്കേഷൻ. കുന്തിരിക്കം കത്തുമ്പോൾ പുറത്തുവരുന്ന പുകയിൽ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട്. ഇത് അന്തരീക്ഷത്തിലെ ദോഷകരമായ സൂക്ഷ്മാണുക്കളെയും അണുക്കളെയും നശിപ്പിക്കുന്നു. പൗരാണിക കാലത്ത് പടർച്ചവ്യാധികൾ തടയാൻ ഇത് ഉപയോഗിച്ചിരുന്നത് ഈ ശാസ്ത്രീയ സത്യം മൂലമാണ്. തലച്ചോറിലെ മാറ്റങ്ങൾ, ഇമ്പാക്ട് ഓൺ ലിംബിക് സിസ്റ്റം. കുന്തിരിക്കത്തിന്റെ ഗന്ധം നമ്മുടെ നാഡീവ്യൂഹത്തിലൂടെ തലച്ചോറിലെ ലിംബിക് സിസ്റ്റം നേരിട്ട് സ്വാധീനിക്കുന്നു. ഇത് മനസ്സിനെ ശാന്തമാക്കുന്ന സെറോട്ടോണിൻ എന്ന ഹോർമോണിന്റെ ഉൽപാദനത്തിന് കാരണമാകുന്നു. ഇത് സമ്മർദ്ദം കുറയ്ക്കുകയും പോസിറ്റീവ് ചിന്തകൾ വളർത്തുകയും ചെയ്യുന്നു. എനർജി വൈബ്രേഷൻ, എനർജി ട്രാൻസ്മ്യൂട്ടേഷൻ. ഐൻസ്റ്റീന്റെ സിദ്ധാന്തപ്രകാരം എല്ലാം ഊർജ്ജമാണ്. അസൂയയും കണ്ണേറും നെഗറ്റീവ് ഊർജ്ജത്തിന്റെ താഴ്ന്ന തരംഗങ്ങളാണ്, ലോ ഫ്രീക്വൻസി വേവ്സ്. കുന്തിരിക്കം കത്തുമ്പോൾ ഉണ്ടാകുന്ന ഉയർന്ന തരംഗദൈർഘ്യമുള്ള പുക ഈ നെഗറ്റീവ് ഊർജ്ജത്തെ തകർക്കുകയും പോസിറ്റീവ് എനർജി നിറയ്ക്കുകയും ചെയ്യുന്നു. ഇതൊരു എനർജി ഫിൽട്ടർ പോലെ പ്രവർത്തിച്ച് നിങ്ങളുടെ വീടിന് ചുറ്റും ഒരു സുരക്ഷാ കവചം തീർക്കുന്നു. വെറും 5 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ വീട്ടിലെയും ശരീരത്തിലെയും നെഗറ്റീവ് എനർജിയെ പുറന്തള്ളാൻ ഈ രീതിയിൽ കുന്തിരിക്കം ഉപയോഗിക്കുക. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കുക. തയ്യാറെടുപ്പ്, പ്രിപ്പറേഷൻ. ഒരു ചിരട്ടക്കനലോ അല്ലെങ്കിൽ സാമ്പ്രാണി കത്തിക്കുന്ന പാത്രമോ എടുക്കുക. അതിലേക്ക് ശുദ്ധമായ കുന്തിരിക്കം വിതറുക. പുക നന്നായി ഉയർന്നു തുടങ്ങുമ്പോൾ കർമ്മം ആരംഭിക്കാം. വീടിനുള്ളിലെ ശുദ്ധീകരണം. വീടിന്റെ പ്രധാന വാതിലിന്റെ അടുത്തുനിന്ന് തുടങ്ങി ഘടികാര ദിശയിൽ ക്ലോക്ക് വൈസ് ഓരോ മുറിയിലും പുക കാണിക്കുക. വീടിന്റെ മൂലകളിൽ, കോർണർസ് കൂടുതൽ സമയം പുക കാണിക്കാൻ ശ്രദ്ധിക്കുക, കാരണം നെഗറ്റീവ് ഊർജ്ജം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ളത് അവിടെയാണ്. കണ്ണേറ് മാറ്റാൻ, ഈവിൽ ഐ റിമൂവൽ. ഒരു വ്യക്തിയുടെ കണ്ണേറ് മാറ്റാനാണെങ്കിൽ ആ വ്യക്തിയെ കിഴക്കോട്ട് ദർശനമായി ഇരുത്തുക. കുന്തിരിക്കം പുകയുന്ന പാത്രം ആ വ്യക്തിയുടെ തലയ്ക്ക് ചുറ്റും വലത്തുനിന്ന് ഇടത്തേക്ക് 3 തവണയും ഇടത്തുനിന്ന് വലത്തേക്ക് 3 തവണയും ഒഴിയുക. ശേഷം പാദം മുതൽ തല വരെ പുകയേൽപ്പിക്കുക. മന്ത്രം, ദ ഇന്റന്റ്. ഈ സമയം മനസ്സിനെ ഏകാഗ്രമാക്കി ഇഷ്ടദൈവത്തെയോ പ്രപഞ്ചശക്തിയെയോ സ്മരിക്കുക. ചാണക്യൻ പഠിപ്പിക്കുന്നത് പോലെ കർമ്മത്തെക്കാൾ വലിയത് നമ്മുടെ വിശ്വാസമാണ്. സമാപനം. അവസാനം ഈ പുക വീടിന്റെ പ്രധാന വാതിലിന് പുറത്ത് കാണിച്ചുകൊണ്ട് കർമ്മം അവസാനിപ്പിക്കുക. ശേഷം കൈകാലുകൾ കഴുകി ശുദ്ധിയാകുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് ചുറ്റുമുള്ള പ്രഭാവലയം, ഓറ ശുദ്ധീകരിക്കപ്പെടുകയും കണ്ണേറ് മൂലമുണ്ടായ തടസ്സങ്ങൾ നീങ്ങി ഐശ്വര്യം പടിവാതിൽക്കൽ എത്തുകയും ചെയ്യും. കണ്ണേറ് മാറ്റി എന്ന് കരുതി മാത്രം കാര്യമില്ല, അത് വീണ്ടും ഏൽക്കാതിരിക്കാനുള്ള വിവേകം കൂടി നിങ്ങൾ കാണിക്കണം. ആചാര്യ ചാണക്യൻ പറയുന്നു, അതിരൂപേണ വൈ സീത അതിഗർവേണ രാവണ
അതിദാനാത് ബലിർബദ്ധോ ഹ്യതി സർവത്ര വർജയേത്. അർത്ഥം: സീതയുടെ അമിതമായ സൗന്ദര്യവും രാവണന്റെ അമിതമായ ഗർവും ബലിചക്രവർത്തിയുടെ അമിതമായ ദാനശീലവുമാണ് അവരുടെ നാശത്തിന് കാരണമായത്. അതുകൊണ്ട് എന്തും അമിതമാകുന്നത് ഒഴിവാക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ വലിയ സന്തോഷങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും എല്ലാവരോടും കൊട്ടിഘോഷിക്കരുത്. അമിതമായ പ്രകടനം അസൂയാലുക്കളുടെ കണ്ണുകളെ നിങ്ങളിലേക്ക് ആകർഷിക്കും. കുന്തിരിക്കം പുകയ്ക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ലാളിത്യം കൊണ്ടുവരിക. നിങ്ങളുടെ ഐശ്വര്യം മറ്റുള്ളവരുടെ കണ്ണുകളെ കുത്തിനോവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ വിവേകമാണ് കണ്ണേറിൽ നിന്നുള്ള ഏറ്റവും വലിയ സംരക്ഷണം. കുന്തിരിക്കത്തിന്റെ ഗുണനിലവാരവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. കുന്തിരിക്കം ഉപയോഗിക്കുമ്പോൾ അത് ഏറ്റവും ശുദ്ധമായതാണെന്ന് ഉറപ്പുവരുത്തുക. വിപണിയിൽ ലഭിക്കുന്ന രാസവസ്തുക്കൾ ചേർത്ത സാമ്പ്രാണിത്തിരികളേക്കാൾ പ്രകൃതിദത്തമായ കറ ഉപയോഗിച്ചുള്ള കുന്തിരിക്കമാണ് ഏറ്റവും ഫലപ്രദം. ശുദ്ധമായ കുന്തിരിക്കം ഇത് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക ശ്വസിക്കുന്നത് മനസ്സിന് ശാന്തി നൽകും. എന്നാൽ കൃത്രിമ ഗന്ധമുള്ളവ തലവേദനയ്ക്ക് കാരണമായേക്കാം. വായുസഞ്ചാരം: കുന്തിരിക്കം പുകയ്ക്കുമ്പോൾ വീടിന്റെ ജനലുകളും വാതിലുകളും അല്പനേരം തുറന്നിടുക. ഇത് നെഗറ്റീവ് എനർജി പുറത്തേക്ക് പോകാനും ശുദ്ധവായു അകത്തേക്ക് കടക്കാനും സഹായിക്കും. വിശ്വാസം: വെറുമൊരു ചടങ്ങായി ഇതിനെ കാണാതെ നിങ്ങളുടെ വീട്ടിലെ തടസ്സങ്ങൾ മാറുന്നു എന്ന ഉറച്ച വിശ്വാസത്തോടെ വേണം ഇത് ചെയ്യാൻ. ചാണക്യൻ പറയുന്നത് പോലെ മനസ്സിന്റെ ശുദ്ധിയാണ് ഏത് കർമ്മത്തിന്റെയും വിജയം. ആചാര്യ ചാണക്യൻ വിശ്വസിച്ചിരുന്നത് ഒരു വ്യക്തിയുടെ വിജയം അവന്റെ മനസ്സിന്റെ അവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ്. കണ്ണേറും നെഗറ്റീവ് എനർജിയും നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ അത് സത്യത്തിൽ നിങ്ങളുടെ ആത്മവിശ്വാസത്തെയാണ് ആദ്യം തകർക്കുന്നത്. കുന്തിരിക്കം പുകയ്ക്കുന്ന ഈ 5 മിനിറ്റ് സമയം നിങ്ങളുടെ ഉപബോധ മനസ്സിനെ സബ്കോൺഷ്യസ് മൈൻഡ് പുനർക്രമീകരിക്കാനുള്ള ഒരു അവസരമാണ്. പുക വീടിന്റെ ഓരോ മൂലയിലും വ്യാപിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഭയവും ആശങ്കയും ആ പുകയോടൊപ്പം പുറത്തേക്ക് പോകുന്നു എന്ന ബോധപൂർവമായ ചിന്ത വളർത്തിയെടുക്കുക. ചാണക്യനീതി പ്രകാരം ഭയത്തെ അത് നിങ്ങളെ തേടി വരുന്നതിന് മുൻപ് തന്നെ നശിപ്പിക്കണം. കുന്തിരിക്കത്തിന്റെ ആ പവിത്രമായ ഗന്ധം ശ്വസിക്കുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്കത്തിൽ പോസിറ്റീവ് തരംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും എനിക്ക് എന്തും നേരിടാൻ സാധിക്കും എന്ന ഉറച്ച വിശ്വാസം രൂപപ്പെടുകയും ചെയ്യുന്നു. ഈ മാനസികമായ കരുത്താണ് സത്യത്തിൽ നിങ്ങളുടെ ഭാഗ്യത്തെ ഉണർത്തുന്നത്. കണ്ണേറിനേക്കാൾ വലിയ ശക്തി നിങ്ങളുടെ ആത്മവിശ്വാസത്തിനുണ്ടെന്ന് ഈ കർമ്മത്തിലൂടെ നിങ്ങൾ പ്രപഞ്ചത്തോട് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഏതൊരു കർമ്മവും അതിന്റെ പൂർണ്ണഫലത്തിൽ എത്തണമെങ്കിൽ അത് കൃത്യസമയത്ത് തന്നെ ചെയ്യണമെന്ന് ആചാര്യ ചാണക്യൻ നിഷ്കർഷിക്കുന്നു. കുന്തിരിക്കം പുകയ്ക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം സന്ധ്യാസമയമാണ്, ട്വൈലൈറ്റ്. പകലും രാത്രിയും സന്ധിക്കുന്ന ഈ സമയത്താണ് പ്രകൃതിയിൽ ഊർജ്ജമാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഈ സമയത്ത് കുന്തിരിക്കം പുകയ്ക്കുന്നത് നിങ്ങളുടെ വീടിന് ചുറ്റും ഒരു അദൃശ്യമായ സുരക്ഷാ കവചം തീർക്കുന്നതിന് തുല്യമാണ്. ചാണക്യതന്ത്ര പ്രകാരം നിങ്ങൾ ഈ കർമ്മം ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് എത്രത്തോളം ഏകാഗ്രമാണോ അത്രത്തോളം വേഗത്തിൽ ഫലം ലഭിക്കും. കുന്തിരിക്കത്തിന്റെ പുക ഉയരുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളെയും ദഹിപ്പിക്കുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുക. ആ ചൈതന്യം നിങ്ങളുടെ വീടിന്റെ ഓരോ കോണിലും നിറയുമ്പോൾ പുറത്തുനിന്നുള്ള യാതൊരു നെഗറ്റീവ് ഊർജ്ജത്തിനും നിങ്ങളെ സ്പർശിക്കാൻ കഴിയില്ല. നിങ്ങൾ സുരക്ഷിതനാണ്, നിങ്ങളുടെ കുടുംബം സുരക്ഷിതമാണ്. ഈ ബോധ്യം നിങ്ങളുടെ ആത്മവീര്യം വർദ്ധിപ്പിക്കുകയും വിജയത്തിലേക്കുള്ള വഴി തുറക്കുകയും ചെയ്യും. ഇവിടെ എനിക്ക് നിങ്ങളോടൊരു പ്രധാന കാര്യം ചോദിക്കാനുണ്ട്. അദൃശ്യമായ എല്ലാ ദോഷങ്ങളിൽ നിന്നും നെഗറ്റീവ് ഊർജ്ജത്തിൽ നിന്നും നിങ്ങൾ ഇപ്പോൾ സുരക്ഷിതനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ ആ ആത്മവിശ്വാസം പ്രപഞ്ചത്തോട് പ്രഖ്യാപിക്കാൻ താഴെ കമന്റ് ബോക്സിൽ I am protected എന്ന് ടൈപ്പ് ചെയ്യൂ. നിങ്ങളുടെ ഈ ഉറച്ച വിശ്വാസം തന്നെയാകട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാവൽ. ആചാര്യ ചാണക്യൻ പറയുന്നു, വിശ്വാസമില്ലാത്ത കർമ്മം വെണ്ണീറിൽ ഹോമിക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾ കുന്തിരിക്കം പുകയ്ക്കുമ്പോൾ അത് കേവലം ഒരു ചടങ്ങായി മാത്രം കാണരുത്. ആ പുക ഉയരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അതീവ ശക്തമായ ഒരു സങ്കല്പം ഉണ്ടായിരിക്കണം. നമ്മുടെ ഉപബോധ മനസ്സിന്റെ ശക്തിയെ ഉണർത്താൻ ഇത്തരം പൗരാണിക കർമ്മങ്ങൾ സഹായിക്കും. ചാണക്യനീതി പ്രകാരം ഒരു തന്ത്രജ്ഞൻ യുദ്ധത്തിനു മുൻപ് തന്റെ ആയുധങ്ങളെ ശുദ്ധീകരിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ വീടിനെ ശുദ്ധീകരിക്കുകയാണ്. ഓരോ മുറിയിലും പുക കാണിക്കുമ്പോൾ എന്റെ വീട്ടിലെ എല്ലാ തടസ്സങ്ങളും നീങ്ങുന്നു, ഐശ്വര്യം ഇവിടെ നിറയുന്നു എന്ന് മനസ്സിൽ ആവർത്തിച്ചുറപ്പിക്കുക. ഈ മാനസികമായ ഉറപ്പാണ് പുകയേക്കാൾ വേഗത്തിൽ നെഗറ്റീവ് എനർജിയെ തുരത്തുന്നത്. നിങ്ങളുടെ ചിന്തകൾ ശുദ്ധമാണെങ്കിൽ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ സുരക്ഷയ്ക്കായി അണിനിരക്കും. കുന്തിരിക്കം ഒരു നിമിത്തം മാത്രമാണ്, നിങ്ങളുടെ ഉള്ളിലെ ചൈതന്യമാണ് യഥാർത്ഥ സംരക്ഷകൻ. എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം നിറയാൻ നിങ്ങൾ പൂർണ്ണമായി തയ്യാറാണോ? എല്ലാ തടസ്സങ്ങളും മാറി നിങ്ങളുടെ സമയം തെളിയാൻ പോകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ ആ ശുഭപ്രതീക്ഷ പങ്കുവെക്കാൻ താഴെ കമന്റ് ബോക്സിൽ സക്സസ് എന്ന് ടൈപ്പ് ചെയ്യൂ. നിങ്ങളുടെ ആ പോസിറ്റീവ് എനർജി ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. സുഹൃത്തുക്കളെ, കണ്ണീറും നെഗറ്റീവ് എനർജിയും നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന കല്ലുകളല്ല, മറിച്ച് അവ നിങ്ങളുടെ വിവേകത്തെ പരീക്ഷിക്കാനുള്ള അവസരങ്ങളാണ്. ആചാര്യ ചാണക്യൻ പഠിപ്പിച്ചതുപോലെ അറിവ് ആയുധമാക്കുന്നവന് ഒരു ശത്രുവിനെയും ഭയപ്പെടേണ്ടതില്ല. കുന്തിരിക്കത്തിന്റെ ഈ പുക നിങ്ങളുടെ വീടിനെ ഒരു കോട്ട പോലെ സംരക്ഷിക്കട്ടെ.
ഇന്ന് നാം ചർച്ച ചെയ്ത ഈ കാര്യങ്ങൾ വെറുമൊരു അറിവായി കാണാതെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. മാറ്റം നിങ്ങളെ തേടി വരും. നിങ്ങളുടെ ജീവിതത്തിൽ കുന്തിരിക്കം പുകയ്ക്കുന്നത് കൊണ്ട് ഉണ്ടായ മാറ്റങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ പിന്തുടരുന്ന മറ്റു പൗരാണിക രഹസ്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കരുത്. ഇതുപോലുള്ള പവർഫുൾ ചാണക്യതന്ത്രങ്ങളും ജീവിതം മാറ്റിമറിക്കുന്ന പൗരാണിക അറിവുകളും മുടങ്ങാതെ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാണക്യ മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടനടി നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഇതുപോലുള്ള മികച്ച അറിവുകൾ ലോകമെമ്പാടുമുള്ള മലയാളികളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് വലിയൊരു കരുത്താണ്. ഐശ്വര്യവും വിജയവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. മറ്റൊരു പവർഫുൾ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.